നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പേഴയ്ക്കാപ്പള്ളിയിൽ പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം. 2 പ്രതികൾ പോലീസ് പിടിയിൽ. പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ഇലക്ട്രിക് കേബിളുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. കേബിളുകൾ കാടുമൂടി നശിക്കുന്ന നിലയിലാണ്. നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. കൃഷിയിൽ മാതൃകയായി +1 വിദ്യാർത്ഥി. കൂത്താട്ടുകുളം വെളിയന്നൂർ അരീക്കരയിൽ യദുകൃഷ്ണനാണ് സ്വന്തം പുരയിടത്തിൽ 25 കപ്പകൾ നട്ടുവളർത്തുന്നത്. കപ്പ കൃഷിയിൽ വേറിട്ട വഴികളിൽ സഞ്ചരിക്കുകയാണ് യദുകൃഷ്ണ. പ്രിയദർശിനി പദ്ധതി തകർച്ച നേരിട്ട സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. മൂവാറ്റുപുഴ മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധത്തിലേക്ക്. കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ അമ്മമാരുടെ കൂട്ടായ്മ സെമിനാറും ക്ലേ മോഡലിംഗ് ശില്പശാലയും സംഘടിപ്പിച്ചു. സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ ആഷ്ലി മാത്യു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പേഴയ്ക്കാപ്പള്ളിയിൽ പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് മോഷണം നടത്തിയ പ്രതികൾ പോലീസ് പിടിയിൽ. വ്യാഴാഴ്ച പുലർച്ചെ കടയിൽ നിന്ന് വില കൂടിയ സ്പെയർ പാർട്സുകൾ മോഷണം നടത്തിയ പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പേഴയ്ക്കാപ്പള്ളിയിൽ പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് മോഷണം നടത്തിയ 2 യുവാക്കൾ പോലീസ് പിടിയിൽ. ഇരമല്ലൂർ ചെറുവട്ടൂർ പഴയ വീട്ടിൽ മനൂപ്, നെല്ലിക്കുഴി മുകുളംചാലിൽ മുന്ന എന്ന് വിളിക്കുന്ന രാഹുൽ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ കടയിൽ നിന്ന് വില കൂടിയ സ്പെയർ പാർട്സുകൾ മോഷണം നടത്തിയ പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഒട്ടേറെ കേസുകൾ ഉൾപ്പെട്ടവരാണ് പ്രതികൾ. വൈദ്യപരിശോധനയ്ക്കായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതികൾ അക്രമാസക്തരാവുകയും ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നോക്ക് കല്ലാതെ പോലീസ് ഇടപെട്ടാണ് പ്രതികളെ ശാന്തരാക്കിയത്. SIമാരായ PA റാസിഖ്, MM ഉബൈസ്, PM മുഹമ്മദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ TO ജിജു, PK സനൂപ്, KP നിസാർ, KA ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പിടികൂടുന്നതിനിടയിൽ മർദ്ദിച്ചെന്ന പ്രതികളുടെ പരാതിയിൽ നാട്ടുകാർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വൻതോതിൽ ഇലക്ട്രിക് കേബിളുകൾ. ഉന്നക്കുപ്പ ഭാഗത്ത് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട കേബിളുകൾ കാടുമൂടി നശിക്കുന്ന നിലയിലാണ്. MC റോഡിൽ മൂവാറ്റുപുഴ ഉന്നക്കുപ്പ ഭാഗത്ത് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വൻതോതിൽ ഇലക്ട്രിക്കൽ കേബിളുകൾ കാടുമൂടി നശിക്കുന്നു. വൈദ്യുത ലൈനുകളുടെ നവീകരണത്തിനായി എത്തിച്ച ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 11 kV ലൈനിന്റെ കബീഡ് കണ്ടക്ടറുകൾ അടങ്ങിയ കൂറ്റൻ കേബിളുകളാണ് മാസങ്ങളായി ഉപയോഗിക്കാതെ വഴിയരികിൽ കിടക്കുന്നത്. കേബിൾ റോളുകൾക്ക് ചുറ്റും കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ താവളമായി മാറിയ പ്രദേശം കാൽനട യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. പൊതുപണം ഉപയോഗിച്ച് വാങ്ങിയ വില കൂടിയ സാമഗ്രികൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാനോ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനോ തയ്യാറാകാത്ത KCB അധികൃതരുടെ കടുത്ത അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധം ശക്തമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കേബിളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നും കാടുപിടിച്ച ഭാഗം വൃത്തിയാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. സമാനമായ രീതിയിൽ കിഴക്കേക്കരയിലും കേബിളുകൾ ഉപേക്ഷിച്ച നിലയിലാണ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കൂത്താട്ടുകുളം വെളിയന്നൂർ അരീക്കരയിൽ +1 വിദ്യാർത്ഥി സ്വന്തം പുരയിടത്തിൽ നട്ടുവളർത്തുന്നത് 25 കപ്പകൾ. കപ്പ കൃഷിയിൽ വേറിട്ട വഴികളിൽ സഞ്ചരിക്കുകയാണ് യദുകൃഷ്ണ. കപ്പ കൃഷിയിൽ വേറിട്ട വഴികളിൽ സഞ്ചരിച്ച് സ്വന്തം പുരയിടത്തിൽ 25 കപ്പകൾ നട്ടുവളർത്തിയിരിക്കുകയാണ് വെളിയന്നൂർ അരീക്കര സ്വദേശിയായ യദുകൃഷ്ണ. കുടുംബവുമൊത്തുള്ള വിനോദയാത്രയ്ക്കിടെ പാലായ്ക്ക് സമീപം ഹോട്ടലിൽ കയറി കപ്പ കഴിച്ചപ്പോഴാണ് രുചിവ്യത്യാസം തോന്നിയത്. ആമ്പക്കാടൻ ഇനത്തിൽപ്പെട്ട കപ്പയാണെന്നറിഞ്ഞതോടെയാണ് കപ്പകളിൽ വിവിധ ഇനങ്ങളുണ്ടെന്നും ഇതിന് വ്യത്യസ്തമായ രുചികളാണെന്നും അറിയുന്നത്. പിതാവ് വിനോദിന്റെ സഹായത്തോടെ കപ്പ ഇനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി എല്ലാത്തിന്റെയും തണ്ടുകൾ ശേഖരിച്ച് സ്വന്തം പുരയിടത്തിൽ നടുകയായിരുന്നു. പുതുതലമുറ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്ത കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട യദുകൃഷ്ണ ഇത്രയേറെ മനോഹരമായി
തൻ്റെ പഠനത്തോടൊപ്പം തന്നെ കൃഷി പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു എന്നത് ഈ നാടിനേറെ അഭിമാനകരമാണ്. ആദ്യം 10 ചുവടാണ് നട്ടത്. പിന്നീട് കുടുംബവക പുരയിടത്തിലും അവിടെ നിന്ന് ബന്ധുവിന്റെ പുരയിടത്തിലുമായി നിലവിൽ 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കപ്പ കൂടാതെ വാഴ, ചേന, ചേമ്പ്, ഇഞ്ചി എന്നീ കൃഷികളുമുണ്ട്. ബന്ധു ശ്രീല ശിവനാണ് സൗജന്യമായി സ്ഥലം കപ്പ നടുവാനായി നൽകിയത്. ഒരു കൗതുകത്തോടെ ആരംഭിച്ചതാണെങ്കിലും ഇന്നിത് ഒരു ഹരമായി എടുത്താണ് പോകുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ തോട്ടത്തിൽ ചെലവഴിക്കും. ക്ലാസ് ഉള്ളപ്പോൾ പലപ്പോഴും സാധിക്കാറില്ല. 2 വർഷത്തോളമായി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ കപ്പ കൃഷിക്കാരനായ മുത്തോലി പഞ്ചായത്തിലുള്ള തോപ്പിൽ ഷൈബു തോമസ് ആണ് വേണ്ട സഹായം ചെയ്തു തന്നതെന്ന് യദുകൃഷ്ണ പറഞ്ഞു. എൻ്റെ അച്ഛൻ പണ്ട് മുതൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് കൃഷിയിലോട്ട് താല്പര്യം വന്നത്. ഞാനിവിടെ 30 ഇനം കപ്പകൾ നടുന്നുണ്ട്. 60 സെൻറ്റിലാണ് നടുന്നത്. എനിക്ക് പലതരത്തിലുള്ള കപ്പകളുണ്ട്. അച്ഛനാണ് ഇതിലോട്ടുള്ള പ്രോത്സാഹനം തന്നത്. ഓരോ കപ്പ നട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 25 ഇനത്തിലധികം മേളിൽ കപ്പകൾ നടുന്നുണ്ട്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പരമാവധി സമയം വൈകുന്നേരമാണ് കപ്പത്തോട്ടത്തിൽ വരാറ്. വൈകുന്നേരം 1 മണിക്കൂറൊക്കെ കപ്പത്തോട്ടത്തിൽ ചെലവഴിക്കാറുണ്ട്. അവധി ദിവസങ്ങളിലാണെങ്കിൽ രാവിലെയും വരും, വൈകുന്നേരവും വരും. ആമ്പക്കാടൻ, സിലോൺ, രാമൻ, മലബാർ, കംബോഡിയൻ, ജർമ്മൻ, സ്പെയിൻ മരിയ, ഏത്തക്കപ്പ, മഞ്ഞക്കപ്പ, വല്ലഭൻ, ശ്രീസ്വർണ, ശ്രീരക്ഷ, ശ്രീവിശാഖം, ശ്രീ ഉത്രാടം, കേരളശ്രീ, ചീനിക്കിഴങ്ങു കപ്പ, ഉണ്ടക്കപ്പ, വെള്ളായിനി ഹ്രസ്വ, കറുത്ത മിസ്റ്റർ, വെളുത്ത മിസ്റ്റർ, ചാലക്കുടി എന്നീ ഇനങ്ങളാണ് നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത്. മറ്റ് പല മേഖലകളിലും കുട്ടികൾ മാറിപ്പോകുമ്പോൾ തിരിച്ച് ഈ മണ്ണിൽ പണിയെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുക എന്നുള്ള ഒരു ആപ്തവാക്യത്തിലൂടെ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്യം നിന്നുപോയ ഈ മരച്ചീനി അല്ലെങ്കിൽ കപ്പ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചത്. ഒരു കാലത്ത് വെളിയന്നൂരും ഉഴൂരും ഒക്കെ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു കാർഷിക വൃത്തിയും കൂടിയായിരുന്നു. പിന്നെ രുചികരമായ ജൈവവളം ചേർത്ത് രുചികരമായ വിഷമില്ലാത്ത നല്ല കപ്പ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കേടില്ലാത്ത ഇനമാണ് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ അതിനോട് താല്പര്യം തോന്നി. പഠനത്തിനിടയ്ക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് വന്ന് അതിൻ്റെ മണ്ണെടുക്കുകയും കളപറിക്കുകയും അത്യാവശ്യം വളങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. ഉഴവൂർ OLL ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് യദു. വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരനായ പിതാവ് വിനോദും കവിയത്രി കൂടിയായ അമ്മ സുജിതയും അധ്യാപകരും കൂട്ടുകാരും യദുവിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖല തകർച്ചയിലായതോടെ ബസ് ഉടമകൾ പിറവത്ത് ധർണ നടത്തി. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി പദ്ധതി മൂലം തകർന്ന സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പിറവം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പിറവം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ധർണാ സമരം നടത്തി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് പ്രിയദർശിനി പദ്ധതി 45 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പിറവം മേഖലയിലെ സ്വകാര്യ ബസ്സുകളിൽ ബഹുഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ നഗരമേഖല എന്ന വ്യത്യാസമില്ലാതെ നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ റൂട്ടുകളിലും 1000 രൂപ മുതൽ 4000 രൂപ വരെയാണ് പ്രതിദിന കളക്ഷനിൽ കുറവ് വന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങൾ കടന്നു പോന്നു. അഭ്യസ്തരായ ആളുകളൊക്കെ ഒരുപാടുണ്ടായി. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാൻ വേണ്ടി മെനക്കെടാതെ ഒരു വ്യവസായം എന്ന രീതിയിൽ 1 or 2 ബസ് വാങ്ങിച്ച് തൻ്റെയും അതിൽ പണിയെടുക്കുന്ന പ്രത്യക്ഷമായി ഏതാണ്ട് 6 അല്ലെങ്കിൽ 10 തൊഴിലാളികളെയും കുടുംബങ്ങളെയും കൂടി സംരക്ഷിച്ചുകൊണ്ട് പോന്നുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ്. നമുക്കറിയാം, തൊഴിലില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു പക്ഷേ ഇല്ലായിരിക്കാം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ല, ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കുമൊക്കെ ഞാനൊക്കെ സർവീസ് തുടങ്ങുന്ന കാലത്ത് എൻ്റെ വണ്ടിയിൽ ഒരു പണി കിട്ടണമെങ്കിൽ അത് ഏതെങ്കിലും MLA എങ്കിലും വിളിച്ച് പറയണമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ആളുകൾ, ബസ്സുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ധാരാളം തൊഴിലാളികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തൊഴിലാളികൾ മാത്രമാണോ? അവർക്കുമുണ്ട് കുടുംബങ്ങൾ. അങ്ങനെ അനേകം പേരുടെ കുടുംബങ്ങൾക്ക് അത്താണിയായി ഒരു തൊഴിൽ മേഖലയായി ഇന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തതിലും വലിയ രീതിയിൽ നമ്മൾ പണി കൊടുത്തുകൊണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുമായി വരികയാണ് സർക്കാരുകൾ.
പിറവം യൂണിറ്റ് പ്രസിഡന്റ് ഏലിയാസ് വർഗീസ് നരേക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഷൈജു ഭാസ്കരൻ, വിൽസൺ കെ ജോൺ, കെ പി സലീം, ജൂലി സാബു, എം എൻ മധു, അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ, കെ ബി സുനീർ, കെ എം സിറാജ്, ടി എൻ മഹേഷ് കുമാർ, ആൽവിൻ പാവോടത്ത്, പി എം സുരേന്ദ്രൻ, അനിൽകുമാർ, ജിബി അങ്കമാലി, ജോജി എടാട്ട്, നവാസ് കോതമംഗലം എന്നിവർ പ്രസംഗിച്ചു. ആ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഫലമായി സ്വാഭാവികമായിട്ടും എത്ര പേർക്കാണോ സൗജന്യം കൊടുത്തത് അവർ പണം കൊടുത്ത് യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ അത് സർക്കാരിന് ഈ ബസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കിട്ടുമായിരുന്നു. അപ്പം അത്രയും സൗജന്യം കൊടുത്തോക്കെ. അപ്പോൾ ആ സൗജന്യം കൊടുത്തതുമായി ബന്ധപ്പെട്ട 15 ദിവസത്തെ ശരാശരി അതിന് വന്ന ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് 50 കോടി രൂപയായിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പം 15 ദിവസത്തെ പണമാണ് കൊടുത്തത്. 15 ദിവസമല്ല, ജൂലൈ മാസം തീരാൻ പോവുകയാണ്. 15 ദിവസത്തെ പൈസ സർക്കാർ ഇപ്പോൾ കൊടുത്തു. 1 മാസത്തേക്ക് കിടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വേറെ. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നതിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വരുമാനം പൊതുജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള പണം കണ്ടെത്തിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അത് സ്വാഭാവികമല്ലേ? സാമാന്യ ജനങ്ങൾക്കറിയാം. ഒരു ഭാഗത്ത് സൗജന്യം കൊടുത്താൽ മറ്റൊരു ഭാഗത്ത് അത് നികുതി ഇനത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പിഴിയേണ്ടി വരും. അപ്പോഴേ ഇത് കൊടുക്കാൻ പറ്റും. ഇതൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ അമ്മമാരുടെ കൂട്ടായ്മയായ മംസ് കണക്റ്റിന്റെ നേതൃത്വത്തിൽ സെമിനാറും ക്ലേ മോഡലിംഗ് ശില്പശാലയും സംഘടിപ്പിച്ചു. സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ ആഷ്ലി മാത്യു ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗം സർജൻ ഡോക്ടർ തമീം മുഹമ്മദ് അസ്ഥിശോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അധ്യാപിക സ്നേഹലക്ഷ്മി ക്ലേ മോഡലിംഗ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ പ്രവർത്തക യോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് തമ്മനം ബാബു ഉദ്ഘാടനം ചെയ്തു. സുജാത സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സാലിമോൻ കുമ്പളങ്ങി, ജില്ലാ കമ്മിറ്റി അംഗം KK ശ്യാമളൻ, KR സുകുമാരൻ, PV മത്തായി എന്നിവർ പ്രസംഗിച്ചു. 25 ഏരിയ കമ്മിറ്റിയെയും 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. പ്രിയദർശിനി പദ്ധതി മൂലം തകർച്ച നേരിട്ട സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധത്തിലേക്ക്. ശനിയാഴ്ച രാവിലെ 10:30 മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകൾ ധർണ സംഘടിപ്പിക്കും. മുൻ MLA എൽദോ എബ്രഹാം ധർണ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും തൊഴിലാളികളും ധർണയിൽ പങ്കെടുക്കും. MCS Hospital, we take care of your health. മൂവാറ്റുപുഴ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ ക്ലീനറെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 4 രാവിലെ 10 മൂവാറ്റുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ബയോഡേറ്റയും തിരിച്ചറിയൽ രേഖകളുമായി നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകണമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. നഗരസഭാ പരിധിയിലുള്ളവർക്ക് മുൻഗണന. മൂവാറ്റുപുഴ ആരക്കുഴ വരകിൽ VK ബൈജു 57 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ പ്രീതി, മക്കൾ ഗഗൻ, ഗോകുൽ. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.